Let's read from John chapter 14, verses 15. 14 അധ്യായം 15 വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന കാത്തുകൊള്ളൂ. If you love me, you will keep my commandments. Praise the Lord. If you love me, you will keep my commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. We can see two things there. രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് വേർഡ് ഓഫ് ഗോഡ്, ഒന്ന് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവവചനം. സെക്കൻഡ് തിങ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവ പൈതൽ. സ്തോത്രം. ആ വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇഫ് യു, ഹു ഇസ് യു? ചൈൽഡ് ഓഫ് ഗോഡ്, ഒബേ മൈ കമാൻഡ്മെന്റ്സ്. എന്താണ് കമാൻഡ്മെന്റ്സ്? ഇസ് എ വേർഡ് ഓഫ് ഗോഡ്. സോ ടുഡേ ലോർഡ് വാണ്ട് ടു പ്രീച്ച് അബൌട്ട് ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് വേർഡ് ഓഫ് ഗോഡ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഹൗ ദീസ് ബോത്ത് ആർ കണക്റ്റഡ്? വേർഡ് ഓഫ് ഗോഡ് ആൻഡ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കണക്റ്റഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കർത്താവ് നമ്മെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബോത്ത് ആർ കണക്റ്റഡ്. വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് കണക്റ്റഡ് ടുഗദർ. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നറിയാമോ? യു നോ വാട്ട് ഇസ് ഔട്ട്പുട്ട് ഓഫ് ദാറ്റ്? ഒന്നുകൂടെ വായിച്ച വാക്യം. സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇഫ് യു ലവ് മീ. സോ when a child of God is connected with word of God, the output is love of God. Hallelujah. ദൈവത്തിന് സ്തോത്രം. ദൈവവചനവും ദൈവവചനവുമായി ബന്ധപ്പെടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ്, ആമേൻ, ദൈവസ്നേഹമെന്ന് പറയും. Praise the Lord. If you are not holding a pure love of God, that means you are not connected with the word of God. Praise the Lord. യഥാർത്ഥ ദൈവസ്നേഹം നമ്മളിൽ ഇല്ലെങ്കിൽ വാസ്തവമായും ദൈവവചനമായി നമ്മൾ വാസ്തവമായി ബന്ധപ്പെടുന്നില്ല. So 3 things we can see here. Word of God is connected with the child of God, and a beautiful product is produced in the world that is called love of God. ഇത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിട്ട് ഇന്ന് പോകാൻ പറ്റുമെങ്കിൽ, ആമേൻ, വചനം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരും, ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരും, നിങ്ങൾ വിടുതൽ പ്രാപിച്ചവരായി മാറും. സ്തോത്രം. So God is giving very great importance to word of God, which shall be connected with the child of God, and God want to see the product of this is called love of God. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ വചനവും നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതിന് തന്നെ 15 എന്ന് വായിച്ചു. 15 14 എന്ന് 10 എന്ന് വായിച്ചു. 15:10. If you keep my commandments, you will abide in my love. If you keep my commandments, you will abide in my love. Just as I have kept my Father's commandments and abide in his love. Praise the Lord. പിതാവിന്റെ സ്നേഹത്തിൽ ഞാൻ when I obey the commandments of my Father, a product is coming through me, that is Father's love. The same, if you obey my commandments, you will abide in my love. ദൈവത്തിന് സ്തോത്രം. Praise the Lord. If you obey the commandments of God, you abide in love of God. അപ്പൊ എന്ത് പറ്റും? അതിന്റെ 14 പറയുന്നു. 14 വായിച്ച്. Praise the Lord. You are my friends if you do what I command you. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനവും ദൈവ പൈതലും അതിലൂടെ ഉരുത്തിരിയുന്ന അനുഭവമാണ് ദൈവസ്നേഹം. എന്ത് സംഭവിക്കണം? ഞാൻ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കും. If I obey my father's commandment, I will abide in the love of God. Hallelujah. ദൈവത്തിന് സ്തോത്രം.
I mean, why God is having a great concern about the relation with the word of God and a child of God. ദൈവവചനം ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ വളരെയധികം ദൈവത്തിൻ്റെ കൺസേൺ എന്താണ്? ആര് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്? ഈ വചനം കാര്യം വലിയ അത്ഭുത ദൂതൊന്നുമല്ലോ. നിന്നെ തലയാക്കുന്നുള്ള ദൂതായതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവവചനം പിള്ളേർ കളിച്ചോട്ടെ, ദൈവത്തിന് സ്തോത്രം. വചനം ശ്രദ്ധിക്കുക, ദൈവത്തിന് സ്തോത്രം. കാരണം നിങ്ങളുടെ റിയൽ ഡെലിവറൻസ് ആണ് വെൻ യു ആർ കണക്ട് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ജോൺ 1:1 ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു ആയിരുന്നു. പ്രൈസ് ദ ലോർഡ്. In the beginning Ah. was the Word, ആ and the Word was with God, ഗോഡ്, and the Word was God. വേർഡ് വാസ് ഗോഡ്. അപ്പോൾ വചനം എന്താണ്? ദൈവമാകുന്നു. നിങ്ങൾ കാണുന്ന ഒരു പേപ്പർ കഷ്ണമല്ല വചനം. നിങ്ങൾ കാണുന്ന ഒരു പുസ്തകമല്ല വചനം. നിങ്ങൾ കാണാതെ അനുഭവിക്കുന്ന ദൈവമാണ് വചനം. ദൈവത്തിന് സ്തോത്രം. ഇറ്റ്സ് നോട്ട് എ പീസ് ഓഫ് പേപ്പർ. ഇറ്റ്സ് നോട്ട് എൻ ഓർഡിനറി ബുക്ക്. ദിസ് ഇസ് എ ഗോഡ് യു ആർ എക്സ്പീരിയൻസ് എവറി ഡേ ത്രൂ വേർഡ് ഓഫ് ഗോഡ്, ബിക്കോസ് വേർഡ് ഈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. സോ വെൻ യു റീഡ് എ വേർഡ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, ഒരു വചനം വായിക്കുമ്പോൾ what is the experience you are going to receive? It is 2 Timothy chapter 3:16 and 17. When you are connected with the word of God, when you start reading the word of God. 2 Timothy 3:16-17. Hallelujah. All scripture is breathed out by God. All the scriptures are breathed out by God. Stotram. You can experience God in all throughout the scriptures. Baki vaikanda. It will change your life according to the will of God. Stotram. It is not written by a man. It was breathed, it will be written by men, but it was breathed through the word of God, by God. Every scripture is holding a power to change your spiritual destiny. It will change your life according to God's will. ദൈവ ഇഷ്ടപ്രകാരമുള്ള ഒരു അനുഭവമായി ഈ വചനം വന്ന് മാറും. So word was God. Every word of God is breathed through the word of God. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദിസ് വേർഡ് ഓഫ് ഗോഡ് വിൽ കം വെൻ യു ആർ കണക്റ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. വാട്ട് വിൽ ഹാപ്പൻ? ഹീബ്രൂസ് 4:12 പറയുന്നു, ആമേ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തിലുള്ള വാൾ എവിടെ വരെ ചെല്ലുന്നു? വചനം ആ ആ വാളിനേക്കാളും മൂർച്ചയേറിയതും. The word of God which is breathed by God, it will pierce into your life till the last depth of your life. It will pierce through your body, soul and spirit. നിന്റെ പ്രാണനെയും ആത്മാവിനെയും ദേഹിയെയും കടന്ന് ഈ വചനം നിന്റെ ഉള്ളിലേക്ക് വരികയാണ്. If you are connected with the word of God, don't think that your physical man is receiving the word of God. നിന്റെ ജഡ മനുഷ്യനാണ് ഈ വചനം പ്രാപിക്കുന്ന വിചാരിക്കരുത്. നിന്റെ തീരുമാനമെടുക്കുന്നതിനെയും നിന്റെ ആത്മ മനുഷ്യനെയും വരെ കടന്നില്ല ദൈവത്തിന്റെ വചനം. ആമേൻ ആമേൻ. ദൈവിക ശ്വാസ്യമായ വചനം നിന്റെ ഏറ്റവും ഉള്ളറകളിലേക്ക് കടന്നു വരികയാണ്. ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ടു the last depth of your life. It will not stop when it reaches your body. It will not stop when it reaches your soul. It will never stop when it reaches your spirit. The word will go till the last depth where God has commanded. ദൈവം കൽപ്പിച്ച ആ ഡെപ്ത് വരെ വചനം കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? Why it is coming into your life? Why the word of God is coming into your life? John 14:23 ഇങ്ങനെ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളിൽ വായിച്ചു സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. പിതാവ് അവനെ സ്നേഹിക്കും, വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. Praise the Lord. Father, Son and Holy Spirit will come and make. വായിച്ചു, ഇംഗ്ലീഷ് വായിച്ചേ.
Jesus answered him, ആ If anyone loves me, ആ he will keep my word, If anyone loves me, he will obey my commandments. and my Father will love him, Father will love him. and we will come to him We will come to him. and make our home with him. Make your home with him. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ആ റൂട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. വേർഡ് ഓഫ് ഗോഡ്, ചൈൽഡ് ഓഫ് ഗോഡ്. The output is love of God. The word is in heaven. It will come into your life. It will come till the last depth of your life. And it will cleanse you. It will change your life according to God's destiny, according to God's will. And God is saying that we will stay not with you, we will stay in you. Hallelujah. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. God will stay in you. Last week, one of my colleague is, അദ്ദേഹം മറ്റ് ഒരു ജാതിയാണ്. പുള്ളി എന്നോട് ക്വസ്റ്റ്യൻ, he asked me a question. Jesus is born through a human body. യേശു ജനിച്ചത് ഒരു ഹ്യൂമൻ ബോഡിയിലൂടെയാണ്. You are saying that God is in Christ. I want to challenge you. Then I will tell Adam is better than Christ. Why? He has been created by God, not through a human body, directly created by God. So Adam is more than Jesus Christ. Really, it was a tough question. To be very frank, I was not knowing the answer. But when God is trying to use a body, God is not want to have that great concern whether he is having that knowledge. He will use that body to produce the heavenly wisdom. Suddenly God told me to tell him like this, because it's a tough question. ഒരു അമ്മയിലൂടെ, ഒരു സ്ത്രീയിലൂടെ ജനിക്കാത്ത ആദമാണോ, സ്ത്രീയിൽ ജനിച്ച യേശുവാണോ ഏറ്റവും മികച്ചത്? ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും? What answer will give? God revealed to him through this body. In garden, God was walking with Adam. God was with Adam. But in Christ, God was not with Christ. God was in Christ. Hallelujah. മനസ്സക ദൈവത്തെ സ്തുതിക്കുക. കൂടെയുള്ള ദൈവമല്ല, അകത്ത് വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Suddenly he told, now I understood. Jesus is great. Hallelujah. Amen. So when you are connected with the word of God, today morning Lord is telling you, I will not be with you, I will be in you. I will make my home in you. Epora, if you don't go to a church name A, I will not be with you. If you go to any group, I will not be with you. You pray for a long time, I will not be with you. But the moment you are connected with the word of God, because the word is God, I will pierce through your life until the last depth and make my home, and I will stay in you. Hallelujah. നീ എപ്പോഴാണ് വിലയേറിയവനാണെന്നറിയാമോ? How you are becoming precious? Not because of your money, your position, or your family, because now God is in you. Hallelujah. ദൈവം നിന്നിൽ വസിക്കുന്നത് കൊണ്ട് നീ വിലയേറിയവനായി മാറുകയാണ്. സ്തോത്രം. So don't follow this based on a rule of church. സഭയിൽ ഇത് പറയും നിയമമായിട്ട് ഈ ബുക്ക് എഴുതരുത്. I have to get connected with the word of God because I want to ensure my Father in me. Hallelujah. എൻ്റെ പിതാവ് എന്നിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ആത്മാർത്ഥതയോടെ ദൈവജനമായി ബന്ധപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. Hallelujah. And you know what is the greatest speciality in this? Hallelujah. Psalms 119:89. യഹോവേ, നിന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. യഹോവേ, നിന്റെ വചനം. Hallelujah. Why in English? Lord, your word is firmly fixed in the heavens. എവിടെ ഇരിക്കുന്ന സാധനമാ? Permanently fixed in heaven. ദൈവത്തിന് സ്തോത്രം. If you know your childhood time, maybe your parents were in Gulf or maybe in European countries.
അല്ലെങ്കിൽ ആരെങ്കിലും somebody in outside India, when they come for vacation, they will give a gift, one pen, one cap or one t-shirt. What you will do? Next day സ്കൂളിൽ പോയി എന്ത് പറയും? My father came yesterday, my uncle came yesterday, or somebody came yesterday, I got a greatest gift t-shirt. It is made in USA. Praise the Lord. അമേരിക്കയിലുള്ള ഒരു ടീഷർട്ട് എനിക്ക് സൗജന്യമായി കിട്ടിയിരിക്കുന്നു. വളരെ പ്രൗഡായിട്ട് നമ്മൾ പറയും. സ്തോത്രം. ഇന്ന് കയ്യിലിരിക്കുന്ന വചനം അമേരിക്കയിലുള്ളതല്ല. എവിടെ ഇരിക്കുന്നതാണ്? ഇറ്റ് ഈസ് ഫ്രം ഹെവൻ. ഹല്ലേലൂയ. Lord is providing the best which is fixed in heaven into the hands of each and everyone. എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും വസിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തമായത് നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Which belongs to God, He has given to us. Which is fixed in heaven, He has given to us. സ്വർഗത്തിലിരിക്കുന്ന വചനം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നു. സ്തോത്രം. ഒരു സ്തോത്രം പോലും ഇല്ല. കാരണം വേണ്ട പ്രിന്റ് ചെയ്തിരിക്കുക. ആർക്കറിയൻ്റെയൊക്കെ വില. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിന് പകരം ഞാൻ പറയാം, നാളെ നിന്റെ കമ്പനിയിൽ 200 കടി കൂട്ടിത്തരാൻ പോകുന്നു. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എന്തുകൊണ്ടാണ്? ഈവൻ വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് വേർഡ് വി റിസീവ്ഡ്. ഇറ്റ് ഇസ് ഫിക്സ്ഡ് ഇൻ ഹെവൻ. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ അപ്പന്മാർക്ക് ഇത് പഠിപ്പിക്കുവാൻ യോഗ്യതയില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. ഇതിന്റെ ഓണർ ആരാണ്? ഹൂ ഇസ് ദ ഓണർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്? ഗോഡ്. റിസീവ് ദ വേർഡ് ഫ്രം ഗോഡ്. ഹി വിൽ ഗൈഡ് യു ദ പാത്ത്. ഹി ഓൺലി നോ ദ റിയൽ പാത്ത്. Nobody in the world is not authorized to preach the truth of the word of God. ദൈവ സത്യങ്ങൾ പ്രസംഗിക്കുവാൻ ഒരു മനുഷ്യനെയും ആധികാരികമായി ദൈവം എന്ത് ചെയ്തിട്ടില്ല? അധികാരപ്പെടുത്തിയിട്ടില്ല. Praise the Lord. Hallelujah. It's fixed in heaven. ദൈവത്തിന് സ്തോത്രം. വചനത്തിന്റെ പ്രത്യേകത പറഞ്ഞു. പക്ഷേ ദൈവം ഇനിഷ്യലി വാട്ട് ഹി ടോൾഡ്? വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ചൈൽഡ് ഓഫ് ഗോഡ്. എന്തിനാണ് ഈ സന്ദേശം നമ്മോട് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇൻ വിത്ത് റെസ്പെക്ട് ടു വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ദൈവത്തിൽ കാണേണ്ട ചില കാര്യങ്ങൾ ഇന്ന് പകൽ ദൈവം പറയാൻ പോവുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ദ വേർഡ് ഓഫ് ഗോഡ്, God is expecting some spiritual attitude in our life. ആ ആറ്റിറ്റ്യൂഡാണ് ഇന്ന് പകൽ പറയാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹീബ്രൂസ് ചാപ്റ്റർ 6 അതിൻ്റെ 4 to 6 വരെ വായിച്ചു. 4 to 6. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. Hallelujah. For it is impossible in the case of those who have once been enlightened, who have tasted the heavenly gift. Once who was enlightened, tasted the heavenly gift, and have shared in the Holy Spirit, which was been shared by whom? ആരാ ഷെയർ ചെയ്തത്? ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നീ പ്രകാശനം ലഭിച്ചതും സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചതുമായ ദൈവവചനം. വായിച്ചു. and have tasted the goodness of the word of God, tasted the goodness of the word of God, and the powers of the age to come, and then have fallen away. They have fallen away. ദൈവത്തിന് സ്തോത്രം. What is the greatest privilege God has given? ജ്ഞാനികൾക്ക് വീകൾക്ക് മറച്ചത് ആർക്ക് തന്നു? നമുക്ക് തന്നു. Which was hidden to the great scholars, God has given to us. First attitude എന്നറിയാമോ? You are a child of God who received the word of God. If you believe that, never ever try to run away from the word of God. ഈ വചനത്തിൽ നിന്ന് ആരും ഓടിപ്പോരുത്. സ്തോത്രം. ആരും ഉറങ്ങരുത് കേട്ടോ. കാരണം ഇത് എന്താ ഞാൻ പറഞ്ഞാലേ തുള്ളിച്ചാടുന്ന സന്ദേശമല്ല. പിശാചി പറയുന്നത് കേട്ടാ പ്രശ്നമാണ്. ഇത് കേൾക്കരുത്. അതുകൊണ്ട് എങ്ങനെയും ഇവൻ്റെ കണ്ണടച്ച്
ഇല്ല ഇവളുടെ കണ്ണടച്ച് എന്ത് ചെയ്യണം, അല്ലെ പിള്ളേരെ കളിപ്പിച്ച് ഇത് കേൾക്കാൻ സമ്മതിക്കുകയില്ല. The first thing is, never try to run away from the word of God. You are enlightened. Receive the gift of heaven. You receive the goodness of the word of God. സ്തോത്രം. നീ മുൻപോട്ട് പോയില്ലെങ്കിലും നീ പിൻപോട്ട് പോകരുത്. If you are not ready to go forward, don't go backward. സ്തോത്രം. അതിന്റെ പ്രശ്നം എന്താ അറിയാമോ? Once you are enlightened, you are receive the word of gift of heaven, you receive the goodness of word of God. അവിടെ പറയുന്നു, fallen away, to restore them again to repentance, since they are crucifying once again the Son of God to their own harm and holding him up to contempt. If they fallen away, we cannot restore them back. നാടൻ ഭാഷ പറഞ്ഞാൽ, കൊലയാളിയെ മാനസാന്തരപ്പെടുത്താം, പെന്തക്കോസുകാരനെ മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. So what is your first attitude? Lord, I receive the word of God, which is fixed in heaven. It is a gift from heaven. I received, I was enlightened. I received the goodness. I have experienced the word of God. Lord, my first attitude, I want to stay in word till the end of my life. Hallelujah. ഈ വചനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണമെന്ന് ആമേൻ ഞാൻ ആഗ്രഹിക്കണം. അതിനായി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? 1 Corinthians chapter 10 അതിൻ്റെ 1-2 വായിച്ച്. 1 Corinthians chapter 10 1-5 ആണെന്ന് തോന്നുന്നു. Everyone was having a spiritual journey. Everyone was coming to church. Everyone was worshiping. Everyone was reading the word of God. Everyone was offering the tithe. Everyone was offering the offering. Everyone was doing everything. But the Lord is telling, who was not properly connected with the word of God, and he was not at all pleased to many people. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. സ്തോത്രം. എന്ത് സംഭവിച്ചു? അവരെ ഹല്ലേലൂയ ആര് തള്ളിയിട്ടു? ആര് തള്ളിയിട്ടു? Praise God. I will tell you one example. Word of God says almost 12 lakhs people departed from Egypt. I am moving toward the promised land. Suddenly I stopped. What will happen? Those who are coming behind, അവർക്ക് മുന്നോട്ട് പോകണം. അവരെന്ത് ചെയ്യും? How will it do? The moment you are stuck in your spiritual life, you are running away from word of God. നിന്റെ ആത്മീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ തോന്നും. ഓർത്തോണം, ആർക്ക് വേണ്ടി ദൈവം കാത്തിരിക്കില്ല. Praise the Lord. Hallelujah. അവരെ തള്ളിയിട്ട് കളഞ്ഞു. അതുകൊണ്ട് എന്താണെന്നറിയാം? അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ എന്തിനാണിത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്? Why this happened to your forefathers? Study from that. നിനക്കും എനിക്കൊരു സാമ്പിൾ തന്നിരിക്കുക. It's an example for your spiritual life. Move forward. You are enlightened. You receive the gift from heaven. You receive the good experience of the word of God. ഇതെല്ലാം ഉള്ള നീ നിൽക്കുവാൻ പാടില്ല. സ്തോത്രം. അവരിൽ മിക്ക പേരിൽ ദൈവം എന്ത് ചെയ്തില്ല? അവർക്ക് ലീഡർ ഉണ്ടായിരുന്നു, പാസ്റ്റർ ഉണ്ടായിരുന്നു, മേഘമുണ്ടായിരുന്നു. Cloud was leading them. They experienced many miracles. റെഡ് സീ ഡിപ്പാർട്ടായി. അവർ എല്ലാം പാറയിൽ നിന്ന് വെള്ളം. They experienced many things, miracles. അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 2 Peter chapter 2:20 ഒന്ന് വായിച്ച്. 2 Peter chapter 2:20.
ആ ആ വായിച്ചു. For if after they have escaped the defilements of Ah. the world, ആ through the knowledge of our Lord and Savior Jesus Christ, ആ they are again entangled in them and overcome, the last state has become worse for them than the first. Hallelujah. The last state will be worse than the first stage. അടുത്ത വാക്യം പറയുന്നു. ആ ആ For it would have been better for them never to have known the way of righteousness than after knowing it to turn back from the holy commandment delivered to them. ഈ കൽപ്പനയെ അറിഞ്ഞിട്ട് ഈ കൽപ്പന വിട്ട് കളയുന്നതിനേക്കാൾ നല്ലത് നീ ഇത് അറിയാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന്. കാരണം നീ രക്ഷ ഏറ്റു പറഞ്ഞ മുമ്പത്തെക്കാളും ദുരവസ്ഥയിലേക്ക് നിന്റെ അവസ്ഥ മാറ്റപ്പെടും. You are in a pathetic situation, more worse situation when you refuse to obey my commandments. പിന്നീട് പറഞ്ഞ് വായിക്കേണ്ട, പട്ടിയെന്നും പന്നിയെന്നും അതിവിടെ സഭയെ പറയാൻ പറ്റാത്തതുകൊണ്ട് അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അടുത്ത വാക്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. So my first attitude, Lord, I am enlightened. I have been selected. I have been chosen by you. You have been given the word which was fixed in heaven. I have experience of the word of God. My first attitude as a child of God, I will pray everyone. I will take a decision every day so that I will never depart from the truth of the word of God. I will never backslide from the truth of the word of God. Maybe my family will be against me. Maybe the world will be against me. Society will be against me. But I will stay in the truth of the word of God. ഞാൻ ദൈവവചനവും ദൈവവേദലും ഞാൻ ദൈവത്തിന് പറയുന്നു, എന്തെല്ലാം സംഭവിച്ചാലും ഈ വചനത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ എന്നെ അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും പിന്മാറിപ്പോകാതെ സൂക്ഷിക്കാമെന്ന് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുകയും ചെയ്യും. Hallelujah. Now, especially the believers, they are running away from Christ for small reasons. സഭയിലൊക്കെ ആണെങ്കിൽ പാസ്റ്റർ ഒന്ന് വിളിച്ചില്ല, പോയി കഴിഞ്ഞു. ഹല്ലേലൂയ. ആ വിശ്വാസി ഒന്ന് നോക്കിയില്ല, കഴിഞ്ഞു. സ്തോത്രം. If God is not caring you, if your father is not loving you, you have the full authority to say goodbye to Christ. Why? The word is not from the world, the word is from heaven. Hallelujah. Amen. പാസ്റ്റർ നോക്കിയില്ലെങ്കിലും വിശ്വാസം നോക്കിയില്ലെങ്കിലും എന്നെ നോക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് അറിവുള്ളവൻ ഈ വചനത്തെ മുറുകെ പിടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് അതാണ്. എന്താണ്? ഐ വിൽ സ്റ്റേ ഇൻ വേർഡ് ഓഫ് ഗോഡ്. എനിക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ വിട്ട് കളയാതെ അന്ത്യം വരെ ഞാൻ സൂക്ഷിക്കും. Second thing, 2 Timothy chapter 2:15. രണ്ട് തിമോത്തി 2:15. Hallelujah. Do your best to present yourself to God as one approved, a worker who has no need to be ashamed, rightly handling the word of truth. Rightly handling the word of God. Rightly handling the word of God. ഞാൻ നേരത്തെ സഭയെ പറഞ്ഞുണ്ട്, വീണ്ടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. If somebody is asking you a spiritual question, if you don't know the answer, tell to that sister or brother, I don't know the answer. Don't have a spiritual ego in you. You will think that maybe the new sister, new brother will think, I don't have a knowledge of word of God. Don't preach what you have in your mind. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ നിന്റെ ഹൃദയത്തിൽ വരുന്ന ആശയങ്ങൾ വചനമെന്ന് പറഞ്ഞ് നീ കൊടുക്കരുത്. ബെറ്റർ യു പ്രൊക്ലെയിം, ബ്രദർ സിസ്റ്റർ, ഐ ആം നോട്ട് അവെയർ, ഐ വിൽ ട്രൈ ടു സ്റ്റഡി ഫ്രം ഗോഡ് ആൻഡ് ഐ വിൽ കം ബാക്ക് ടു യു. പ്രൈസ് ദി ലോർഡ്. റൈറ്റ്ലി ഹാൻഡ്ലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. നീ പ്രാപിച്ച വചനം വചനമായി തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് തീരുമാനമുണ്ടാകണം.
Praise God. Now what is happening in the spiritual world? So-called pastors, so-called leaders are preaching the word of God according to their will. That is the biggest crime in spiritual life. പിതാവ് പറയാത്ത, പിതാവ് ചിന്തിക്കാത്ത ആശയങ്ങൾ പ്രസംഗിക്കുന്നതാണ് ഇന്നത്തെ ആത്മീയഗോളത്തിലെ ഏറ്റവും വലിയ ക്രൈം എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പൗലോസ് എന്താ പറഞ്ഞത്? 1 Corinthians 11:23. The greatest apostle, what he is telling to the church? ഞാൻ കർത്താവിങ്കിൽ നിന്ന് I receive from God, കേൾപ്പിക്കുകയും I preach to you. മതി. For I received from the Lord I receive from Lord. what I also delivered That is the same I delivered to church. മതി. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് ഞാൻ സഭയെ പഠിപ്പിക്കുന്നത്. Rightly handling the word of God. Praise God. തോന്നുന്നത് പറയുന്നതല്ല പ്രസംഗം, ദൈവം പറയുന്നതാ പ്രസംഗം. Every speech you deliver should be based on the word of God, based on the truth of the word of God. Stotram. You should have a decision. Maybe you are not a preacher, maybe your friend, maybe your colleague, maybe your relative will come and ask you, brother, sister, why are you leading a life like this in spiritual life? Then you are assigned as approved preacher to that person. Preach the truth. Even they don't accept, preach the truth. അവരത് അംഗീകരിച്ചില്ലെങ്കിലും സത്യമേ പറയാവൂ. Many pastors came to me. Many sisters came to me. For long 19 years, they preached the truth to me, which I denied. ഞാൻ എതിർത്തു, ഞാൻ അംഗീകരിച്ചില്ല. പക്ഷേ they continuously start preaching the truth. That was the one of the reason for my spiritual deliverance. അവർ സത്യം പറയുമ്പോൾ ഞാൻ എതിർത്തെങ്കിലും അന്ന് പറഞ്ഞ സത്യങ്ങൾ എൻ്റെ ആത്മീയ വിടുതലിന് കാരണമായി തീർന്നു. Maybe your parents will not accept. Maybe your colleagues will not accept. Maybe they will talk against you. But you take a decision. I will preach the word of God according to God's will. വചനം യഥാർത്ഥമായി മലയാളത്തിൽ സത്യവചനത്തെ, അപ്പൊ എന്തുണ്ട് ഭൂമിയിൽ? കള്ളവചനമുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായി, rightly handling the word of God. Praise the Lord. Hallelujah. 1 Timothy 4:16 ഒന്ന് വായിച്ചേ. കണ്ടോ? Keep a close watch on yourself. Keep a close watch on yourself. What is that? Are you preaching from the word of God? നീ തന്നെ പരിശോധിക്കണം. Before preaching, before delivering a sentence, examine yourself to God. What I am going to say to the brother, what I am going to deliver to the people, it is really from you. അത് ഞാൻ എന്നെ എക്സാമിൻ ചെയ്യണം. എന്നിട്ട് examine yourself. And on the teaching, persist in this. Be strong in this. Don't run away from this. People will not accept it. അതിൽ നീ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. Why you are staying strong? Because it is received from heaven. Hallelujah. അതുകൊണ്ട് എന്ത് സംഭവിക്കും? If you stay strong and preach the real truth, those who are receiving, listening to your preaching, they will be saved. Hallelujah. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന്, ഈ വചനത്തിൽ ഞാൻ പിന്മാറിപ്പോവുകയല്ല. രണ്ട്, ഈ വചനം യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ എനിക്ക് കഴിയുന്നിടത്തെല്ലാം ഞാൻ പറയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1 Timothy 4:6-7 എന്ന് വായിച്ചേ. Hallelujah. If you put these things before the brothers, you will be a good servant of Jesus Christ, being trained in the words of the faith and of the good doctrine that you have followed. What you have followed,
What you received, share the same thing with your brothers. Share the same thing with your sisters. Then you will be an approved child of God. That will ensure that those who receive the message from you, they will be saved. ആമേൻ. ഈ സ്റ്റോറീസും മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന കഥകളും ഒക്കെ പറഞ്ഞല്ല നീ പ്രസംഗിക്കേണ്ടത്. നീ ദൈവനം പറയേണ്ടത് ദൈവം കൽപ്പിക്കുന്നത് പോലെ നീ അവരോട് പറയണം. What you follow, what you received, you have to share the same thing. Hallelujah. സ്തോത്രം. റീസെൻ്റ്ലി ഒരു ബ്രദർ, ദൈവത്തിന് സ്തോത്രം, ഭയങ്കര പ്രാർത്ഥനയൊക്കെയായി വിശ്വാസത്തിലൊക്കെ നിന്നു. ഞാനൊരു വിഷൻ കാണുകയാണ്. പുള്ളി നാട്ടിൽ പോയി, പുള്ളി മരിച്ചു കിടക്കും. ഹി ഈസ് ഡെഡ്. എൻ്റെ ഫ്യൂണറൽ സർവീസ് ഞാൻ നിൽക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് എ സ്പിരിച്വൽ ഡെത്ത്. പുള്ളി നാട്ടിൽ നിന്ന് വന്നു. വാട്ട് ദ ന്യൂസ് ഐ എം ഗെറ്റിംഗ്, he went back to his old spiritual tradition. പള്ളിയിൽ പോകാൻ തുടങ്ങി. But God, before that, he gave me vision. He is spiritually dead. ഞാൻ അടങ്ങിയിരുന്നില്ല. I went to his house. Please come down. നീ പോയി. ഞാൻ അറിഞ്ഞു. ഒരു കള്ളവും പറഞ്ഞില്ല. But I am telling you, God has revealed. നീ ആത്മാവിൽ മരിച്ചിരിക്കുന്നു. നീ പോകുന്നത് നാശത്തിലേക്കാ. ബി കെയർഫുൾ. എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Was enlightened, received the gift of heaven, who had the experience of the word of God. അവൻ എന്ത് ചെയ്തു? പഴയ പരിപാടിക്ക് പോവാ. എന്താ? എല്ലാ കാര്യവും ഓക്കെയായി, ജോലിയായി, എല്ലാമായി. എവറിത്തിങ് ഇസ് നോർമൽ. നൗ ഹി ബിക്കം ദ മെമ്പർ ഓഫ് XY. I told you are going to a dangerous situation. You will be going to destruction. This is not what God is. This is a vision God has given to me. Not now. 3 months, at least 3 months before. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇത് പറഞ്ഞാൽ മാത്രമേ ദൈവം സന്തോഷിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Revelation 22, 18 and 19 പറഞ്ഞ ഭാഗം ഒന്ന് തീർക്കട്ടെ. Revelation 22, 18 and 19. Don't add anything extra with word of God. നമ്മുടെ ഒരു സൗകര്യത്തിൽ കുറച്ചൊന്നും ചെയ്യാം. ദൈവത്തിൽ ഇല്ലാത്ത നമ്മൾ ആഡ് ചെയ്യരുത്. സ്തോത്രം. ഡോണ്ട് റിമൂവ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഹൈഡ് എന്നുകൊണ്ട്. സ്തോത്രം. എന്താണ് ഹൈഡ് എന്ന് പറഞ്ഞാൽ? പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതിരിക്കുക. ഡോണ്ട് ഹൈഡ് ഓർ ഡോണ്ട് റിമൂവ്, ഡോണ്ട് ആഡ്. റൈറ്റ്ലി ഹാൻഡിലിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനം എന്താണോ അതുപോലെ തന്നെ ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് പ്രീച്ച് ചെയ്യാൻ അത് എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു. Maybe the listener will not be happy. They will not accept. They will reject. It is none of your business. Preach the truth from the word of God. എന്തുകൊണ്ടാണ്? It is not from your wisdom. It is given by heaven. Hallelujah. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 2 ഡിസിഷൻ നമ്മൾ പഠിച്ചു. ഒന്ന്, മൈ പേഴ്സണൽ ലൈഫ്. കർത്താവേ, ഞാൻ ബാക്ക് സൈഡ് ചെയ്യില്ല. രണ്ടാമത്തെ സെക്കൻഡ് ഡിസിഷൻ, Lord, I will preach the word according to your will. I will rightly handle the word of God. Hallelujah. ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. Psalms 119, 136. 119 അധ്യായം 100. ഇതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. Psalms 119, 136. My eyes shed streams of tears because people do not keep your law. Hallelujah. അവൻ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായകൊണ്ട് കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകും. ഹല്ലേലൂയ. ലോക മനുഷ്യർ, വിശ്വാസികൾ എന്ന് പറയുന്നവർ വചനമനുസരിക്കാത്തത് കൊണ്ട് എന്ത് വരുന്നു പറഞ്ഞു? എൻ്റെ കണ്ണിൽ നിന്ന്
കണ്ണുനീരല്ല, ജലനദികൾ ഒഴുകുന്നു. The third spiritual attitude God is expecting from a child of God. Cry, plead in front of God. Lord, make your people to obey the word of God. ഞാൻ കരഞ്ഞ് നിലവിളിക്കണം കർത്താവേ, ഞാൻ അനുസരിക്കുന്നതിന് കൃപ തന്നെങ്കിൽ, ആ അനുസരിച്ചത് പ്രഘോഷിക്കുവാൻ കൃപ തന്നെങ്കിൽ, ഞാൻ കാണുന്ന മനുഷ്യരെല്ലാം അനുസരിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ ആത്മഭാരം തരണം. എനിക്ക് കരയണം അതിനു വേണ്ടി. ഐ വാണ്ട് ടു ക്രൈ ഫോർ ദ പീപ്പിൾ. ഗീവ് മീ എ സ്പിരിച്വൽ ബർഡൻ ടു മീ. നമ്മൾ എപ്പോഴാണ് കരുതുന്നത്? വെൻ വി ക്രൈ, വെൻ വി ഹാവ് പ്രോബ്ലംസ് ഇൻ അവർ ഫിസിക്കൽ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ, ജോലി ഇല്ലാതിരിക്കുമ്പോൾ, നമ്മെ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ നമ്മൾ കരയും. And the best funny and worst part, you know, even you have a problem in your spiritual life, നിങ്ങളുടെ ആത്മജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കരയുകയില്ല. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ആത്മീയതയിൽ ഞാൻ കരത്തില്ല, പിന്നല്ല വല്ലവൻ്റെ കാര്യത്തിൽ കരയാൻ പോകുന്ന. സ്തോത്രം. If you are not promoted in your spiritual life, if you are not able to grow in your spiritual life, you feel that I am not according to God's will in your spiritual life, even you are not crying. But the word of God says, you who should shed the tears for the people who is not obeying the commandment. വെറും കണ്ണുനീരല്ല, ജലനദികൾ ഒഴുകണം. സ്തോത്രം. ജലനദികൾ ഒഴുകണം. സ്തോത്രം. വചനം അനുസരിക്കാത്തവനെ ഓർത്ത് നിലവിളിക്കണം നീ. സ്തോത്രം. അതാ കർത്താവിനോട് പറഞ്ഞു, ആരാ സ്വന്തം ആത്മീയത്തിന് വേണ്ടി കരയുന്നു? അയ്യോ, ഞാൻ ബൈബിൾ വായിക്കുന്നത്, ഐ എം നോട്ട് റീഡിങ് ബൈബിൾ. കർത്താവ്, നോ, നോബഡി ഈസ് ക്രൈയിങ്. Lord, I am until maybe 20 years, 15 years, 10 years, I am leading a spiritual life, but I realize that I am not growing in spiritual life. Nobody is crying for himself. But the word says, cry and plead in front of your Father for the people who are not obeying the word of God. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആദ്യം പറഞ്ഞ പ്രൊഡക്റ്റ് എന്താണ്? വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ചൈൽഡ് ഓഫ് ഗോഡ്. വാട്ട്സ് എ പ്രൊഡക്റ്റ്? ലവ് ഓഫ് ഗോഡ്. ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നീ കരയും. ആമേൻ. നീ കരയുന്നില്ലെങ്കിൽ യു ആർ നോട്ട് പ്രോപ്പർലി കണക്റ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ജലനദികൾ ഒഴുകണം. നിന്റെ അപ്പനമ്മയെ അനുസരിക്കുന്നില്ലേ? നീ കരയണം. നിന്റെ സഹോദരൻ അനുസരിക്കുന്നില്ലേ? നീ കരയണം ദൈവസന്നിധിയിൽ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ആമേൻ. Those who sow in tears will reap the shouts of joy. സ്തോത്രം. നീ കരഞ്ഞേ. നിന്റെ ആത്മീയത്തിൽ ആദ്യം കരഞ്ഞേ, പിന്നെ മറ്റൊരു ആത്മീയത്തിൽ കരഞ്ഞേ. Cry for the people to obey the commandments. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറഞ്ഞ എന്തായിരുന്നു അറിയാമോ? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഡോണ്ട് ക്രൈ ഫോർ മീ. എന്തിനു വേണ്ടി പറയണം? കരയണം. Cry for the people to obey the commandments. Cry for the people, your next generation, to obey the commandments. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. നമുക്ക് ലാമെന്റേഷൻസ് ചാപ്റ്റർ 2 18-19 അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നത് ഫിസിക്കൽ ലൈഫ് അല്ല. ആർക്കാ വിശപ്പില്ല ഉള്ളത്? വിശപ്പ് വരാൻ വാട്ട്സ് ദ റീസൺ ഫോർ ഹംഗ്രി? ബിക്കോസ് നോട്ട് ഹാവിങ് ഫുഡ്. വാട്ട് ഇസ് ദ ഫുഡ് ഓഫ് യുവർ സ്പിരിച്വൽ മാൻ? ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. 2:18 and 19. അല്ല, അതല്ലോ. ഓക്കെ, അവിടെ വായിച്ചു.
Sion. Let the tears run down like a river. ചെറിയ കരച്ചിൽ. It's not a small cry, not small pleading. Let's cry like a river. Let the tears come out from a river. എന്തിനു വേണ്ടി? Pour out your heart like water. Children who faint for hunger at the head of every street, everywhere we can see the spiritual babies hungry without food, not with the word of God. Let your tears run like a river. കരയണം, നീ കണ്ണിൽ ജലനദികൾ ഒഴുകണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. If you love me, you will obey my commandments. If you love me, you will take a decision. I will never backslide. I need your grace for that. If you love me, you will proclaim the truth of the word of God, rightly handling the word of God. If you love Christ, you will cry for the people. You will take your time to pray for the people, not a normal prayer, crying to people to obey the word of God. സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കും ഇതിനു വേണ്ടി? എത്ര പേർക്ക് ആത്മഭാരമുണ്ട്? Who is having the spiritual burden? Amen. സ്തോത്രം. The moment you have problem in your physical life, if you have a problem in your physical life, immediately you will cry. Immediately you will cry. You will take fasting. You will take continuous fasting to come out from your physical problem. But you will never take a fasting. You will never cry for your own spiritual deliverance. And how a person can pray for others' spiritual deliverance. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. ഈ ക്വസ്റ്റ്യൻ കർത്താവ് എന്നോട് ചോദിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങളോടും ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം. If you love me, you will obey my commandments. When you obey my commandments, I will call you, you are my friends. നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഒരിക്കലും മാറിപ്പോകാത്ത സ്നേഹിതൻ, ഒരിക്കലും വചനം തങ്ങളുടെ ഇഷ്ടത്തിൽ പറയാത്ത സ്നേഹിതൻ, ഒരിക്കലും അന്യൻ വചനം അനുസരിക്കാതിരിക്കുമ്പോൾ അതോർത്ത് സന്തോഷിക്കാത്തൊരു സ്നേഹിതൻ. A friend who will be always with me, a friend who will rightly handle my word, and a friend who really having a spiritual burden, who is crying for the deliverance of other people's spiritual life. അതിലൊരാളായി മാറണമെങ്കിൽ word of God shall be properly connected to a child of God, and you will receive the gift of God, that is love of God. എഴുതിയിരിക്കാൻ പ്രാർത്ഥിക്കാം.